ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞത് ആരായാലും ഞാനിതറിയുന്നത് കൊണ്ട് അമ്മയ്ക്കും ഈ കുടുംബത്തിലുള്ള വേറെ ആർക്കും ഒരു ദോഷവും സംഭവിക്കില്ല. ഞാനിത് ഒരാളോട് പോലും പറയാനും പോകുന്നില്ല. കാരണം നിങ്ങളിപ്പോ എന്റെ സ്വന്തം കുടുംബം തന്നെയാ. എന്ത് കാര്യത്തിനും അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഒന്നോർക്കുമ്പോ ചെയ്തത് തെറ്റാ. സമൃദ്ധിയുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് എന്നെ അവളെ തിരിച്ചേൽപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്റെ മോനോടുള്ള സ്നേഹം കാരണം ഞാൻ അന്ധയായിപ്പോയി. ഇസബലയുടെ മരണത്തിന്റെ തകർച്ചയിൽ നിന്ന് കരകയറി വന്നപ്പോഴേക്കും അവൾ ഈ കുടുംബത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. പിന്നെ എന്ത് ചെയ്യും? എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം നന്നായില്ലേ? ചില തെറ്റുകളൊക്കെ ഇങ്ങനെയാ ശരികളായി മാറുന്നത്. പിന്നെ ഞാനിത് അറിഞ്ഞ കാര്യം അമ്മ ആരോടും പറയാൻ പോണ്ട, പ്രത്യേകിച്ചും ഗോകുലിനോടും സമൃദ്ധയോടും. വിശ്വസിക്കാവുന്ന ഒരാളോട് മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെച്ചപ്പോ സത്യത്തിലിപ്പോ ഒരാശ്വാസം തോന്നുന്നുണ്ട്. ഇനി അവര് തമ്മില് ഒന്നിക്കണം. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ പഴയ താലിമാല മാറ്റി എന്റെ മോൻ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടണം. പക്ഷേ 1-2 തവണ ഞങ്ങൾ അതിന് ശ്രമിച്ചു. അവള് സമ്മതിക്കുന്നില്ല. ആ താലിമാലയിൽ ഇപ്പോഴും അവളുടെ മനസ്സുടക്കി കിടക്കുക. ഇനി അമ്മ പേടിക്കണ്ട. ഇനി അമ്മയുടെ കൂടെ ഞാനുണ്ട്. ഗോകുലിനെയും സമൃദ്ധയെ ഒന്നിപ്പിക്കുന്ന കാര്യം അമ്മ എനിക്ക് വിട്ടേക്ക്. ആ കാര്യം ഞാൻ ഏറ്റു. മോൾക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ. ഒരിക്കലും പിരിയാത്ത ഇണക്കുരുവികളായിരുന്നല്ലോ സച്ചി അർച്ചനെ. ഇത്രയും വർഷങ്ങളായിട്ട് പോലും മനസ്സുകൊണ്ട് അവരെ പിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഓർമ്മ തിരിച്ചു വന്നാ അവള് സച്ചിയെ തേടിപ്പോവും, അതുറപ്പാ. അതിനു മുമ്പേ അവളെ വേറൊരുത്തന്റെ ഭാര്യയാക്കണം. പിന്നീട് ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പോലും അവക്ക് സച്ചിയുടെ ഭാര്യയെ തിരിച്ചു പോകാൻ കഴിയരുത്. ഇതാണ് അവരോടുള്ള എന്റെ പ്രതികാരം. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ലമ്മേ. ഞാൻ പെട്ടെന്നേ അമ്മ ഉള്ളി കൊണ്ടുനടക്കുന്ന സങ്കടം എത്ര വലുതാണെന്ന് ആലോചിച്ചതാ. സാരമില്ല, ഇനി ഞാനുണ്ടല്ലോ അമ്മയുടെ കൂടെ. അവരെ തമ്മിൽ നമുക്കൊന്നിപ്പിക്കാം. നിയമപരമായി കല്യാണവും കഴിപ്പിക്കാം. അവരുടെ കാര്യത്തിൽ അമ്മ വിചാരിക്കുന്ന എന്തും ഞാൻ ചെയ്തു തരാം. എന്റെ കൂടെ നിന്നാ മാത്രം മതി. എന്റെ മോൾക്ക് 100 പുണ്യം കിട്ടും. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു പുണ്യവും വേണ്ട. അമ്മയുടെ ഈ കുടുംബത്തിന്റെ സന്തോഷം മാത്രം മതി. ആ പിന്നെ ചായക്ക് നല്ല രുചിയുണ്ട് കേട്ടോ. ഇങ്ങനെ ചായ ഇടാൻ സമൃദ്ധിയെ പഠിപ്പിച്ചത്. അർച്ചനെ, ഇനി നിന്റെയും ഗോകുലിന്റെയും കല്യാണം നടത്തിയിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും.